മുണ്ടക്കയിൽ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഒന്നുമില്ല, ആ പ്രദേശം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലാഹു എല്ലാം എടുത്തു കളഞ്ഞു. ഇതെല്ലാം നമ്മൾ ദൃശ്യമാധ്യമത്തിലൂടെയും ശ്രവണ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നിട്ട് പോലും ഈ മുസ്ലിം സമുദായം എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നാണ് നമ്മൾ ഈ സമുദായം മാറുക? എന്നാണ് നമ്മൾ മാറുക? ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് നിനക്ക് ദേഷ്യം ഉണ്ടായേക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല. അള്ളാഹു എന്നെ തൃപ്തിപ്പെട്ടാൽ മതി, ജനങ്ങൾ തൃപ്തിപ്പെടണം. റബ്ബ് തൃപ്തിപ്പെട്ടാൽ എനിക്കത് മതി. അതുകൊണ്ട് വളരെ ഹൃദയംഗമായ സ്നേഹത്തോടെ തന്നെ പറയാം, ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആർഭാടകരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയാൽ നല്ലൊരു കർമ്മമാണ് ഇവിടെ നടക്കുക. നിക്കാഹ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ അള്ളാഹു നടത്തിയ ഒരു കർമ്മമാണ്. ആ കർമ്മത്തെ വികലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ രണ്ട് കുടുംബങ്ങൾ അടുപ്പിക്കുന്ന, രണ്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധം ഇനി മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു കർമ്മമാണ് നടക്കാൻ പോവുക. ആ കർമ്മത്തിലാണ് നമ്മൾ പാഠപ്പിഴവുകൾ ഉണ്ടാക്കുന്നത്. അവരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ കൊടുക്കുന്നത്. നല്ലൊരു കുടുംബബന്ധം അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് നീ അള്ളാഹ് തീരുമാനിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ പശ്ചാത്തപിച്ച് മടങ്ങുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. നമ്മുടെ കുടുംബത്തിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അറിവില്ലാത്ത പേര് ചെയ്തു പോകും. അള്ളാഹു പുറത്തിരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ഉമ്മമാരെ കേൾക്കാൻ പറയാം, എല്ലാ ഉപ്പമാരെ കേൾക്കാൻ പറയാം, എല്ലാ സഹോദരങ്ങളെ കേൾക്കാൻ പറയാം. ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ സ്റ്റേജ് അല്ല, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തഫ്വീദ് ദിശ, ബുദ്ധിമാന്മാർക്ക് സൂചന മതി എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ അടിസ്ഥാനമായിട്ട് നിങ്ങൾ പറഞ്ഞത് അഴിഞ്ഞു നിൽക്കാങ്ങൾ പരസ്യമാക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ ആർഭാരം കളിക്കാൻ വിധങ്ങൾ പറഞ്ഞില്ല. എല്ലാവരും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞ വലിയുള്ള കാര്യങ്ങൾ നടത്താൻ വിധങ്ങൾ പറഞ്ഞില്ല. വിധങ്ങൾക്ക് എതിരാണ് നമ്മൾ പ്രവർത്തിക്കുക. ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് 100% ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മുടെ ഇസ്ലാമില് വിവാഹ ബന്ധത്തിന് അല്ല, നമ്മൾ വിവാഹം കഴിക്കാമെന്ന ആ ഒരു ജീവിതത്തിന് അത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിവാഹ ബന്ധത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ വിവാഹമോചനത്തെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം. എല്ലാ മുസ്ലിങ്ങൾക്കും അറിയുന്ന കാര്യമാണിത്. അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹറാമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ നിന്നുണ്ടാവുന്ന സന്താനങ്ങൾ സാലിഹായ സന്താനങ്ങളായിട്ടില്ലെങ്കിൽ നമ്മൾ പറയും, ഈ മക്കളെന്താ ഇങ്ങനെ ആയിപ്പോയി, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ മക്കളെ നമുക്ക് നന്നാക്കാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആദ്യം തന്നെ നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് തുടങ്ങണം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ അനുഗ്രഹം കിട്ടുകയുള്ളൂ. അല്ലാതിരുന്ന അങ്ങത്തോടെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ശരിയാവാത്തതിന് അള്ളാനെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ തുടങ്ങാൻ പോകുന്ന ജീവിതം ഒരു ഇണയായും തുണയായും രണ്ടു പേര് തമ്മിൽ സംഗമിക്കുന്ന ആ ഒരു വേള അത്രയധികം മലായിക്യങ്ങളൊക്കെ ദുആ ചെയ്യുന്ന ഒരു ടൈമായിരിക്കും നമ്മുടെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് നമുക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയാൻ വേണ്ടി തോന്നുക? ഇന്ന് ഈ ഉസ്താദ് പറഞ്ഞ കാര്യം മുസ്ലിം മത വിശ്വാസിയെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എനിക്കും ഇത് കണ്ടപ്പോഴേക്കും ഭയങ്കര വിഷമമായിപ്പോയി. ഈ ഒരു മുണ്ടക്കൈ ദുരന്തം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടും ഈ ഒരു സാഹചര്യത്തിലും ഇതുപോലുള്ള ആർഭാടങ്ങളും അതുപോലെ പേക്കൂത്തുകളും കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെയൊക്കെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കാം? ഇന്ന് ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാം മതം. പണ്ടത്തെ കാലത്തൊക്കെ സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ട് നടത്താറുണ്ട്. ആ ഒരു സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത് സുന്നത്ത് ചെയ്യാൻ പോകുന്ന ആ കുട്ടിയെ കൊണ്ടുപോയി ആ ഒരു കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് അവനെ നന്നായിട്ട് പരിഗണിച്ച് ശുശ്രൂഷിച്ച് നല്ല രീതിയിൽ അവൻ ആ വേദനയും കാര്യങ്ങളൊക്കെ സഹിക്കുന്ന കുട്ടിയായിരിക്കും. അവന് നന്നായിട്ട് തന്നെ കെയർ ചെയ്തിട്ട് നമ്മൾ അവന്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണങ്ങുന്നത് വരെ നന്നായി നോക്കും, അല്ലെ? അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മാതാപിതാക്കളുടെ ഒരു കടമയായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. സുന്നത്ത് കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിയെ പ്യാപ്പിളിനെ പോലെ അണിയിച്ചൊരുക്കി നോട്ടുമാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ദഫ്മുട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊണ്ടുവരുന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണം കൊണ്ട് എന്തും ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചിട്ടാണോ? ഒരു കാതുകുത്ത് കല്യാണം ആയിക്കഴിഞ്ഞാലും ചെയ്യുന്നത് ഒരു കോപ്രായം പോലെ തന്നെയാണ്. പണത്തിന്റെ ഹുങ്ക് കൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അത് കണ്ടിട്ട് സാധാരണക്കാരായ ആൾക്കാരും ഇതുപോലെ ചെയ്തു വരുന്നു. ഇനി അതൊരു ആചാരമായിട്ട് വരും. അനാചാരം പിന്നീട് ആചാരമായിട്ട് വരും. പിന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അയക്കാൻ അത് സങ്കടമായി പോകും. അവര് വിചാരിക്കും പണ്ട് മുതലേ ഉള്ളൊരു സംഭവം ഇതെന്നുള്ളത്. ആ ഒരു രീതിക്ക് ഇന്നത്തെ തലമുറയെ വാർത്തെടുക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിന് കടിഞ്ഞാൻ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും
ഇതിനേക്കാളും പല തരത്തിൽ അനാചാരങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ എൻഗേജ്മെന്റ്, അതുപോലെ സേവ് ദ ഡേറ്റ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ എൻഗേജ്മെന്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആർഭാടപൂർവ്വമാണ് ഓരോന്നും നടക്കുന്നത്. പലതരത്തിലുള്ള ആർഭാടങ്ങൾ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. വളരെ ലളിതമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേന്ന് നമുക്ക് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളൂ. അതിലിനി നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതിപ്പോ പെരുകി 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 പെരുകി. ഇപ്പൊ ഇതിനു മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എൻഗേജ്മെന്റിന് കൊണ്ടുപോകുന്ന ഒരു മിഠായിന്റെ കെട്ട്. മിഠായി കെട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്യൂട്ട് കേസിലാണ് കൊണ്ടുപോകുന്നത്. വലിയ സ്യൂട്ട് കേസ് നിറച്ചിലുമായിട്ട്. ഇത് കണ്ടതിന് വേറെ ആളും പറയും നമുക്ക് ഇത് വേണമെന്നുള്ളത്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കഴിവുണ്ടാകണമെന്നില്ല. പക്ഷെ പറയാത്തൊരു കാര്യം, നമ്മുടെ ദീനിൽ പറയാത്തൊരു കാര്യമാണ് ഈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരും കൂടി അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അതാണ് സഹിക്കാൻ വേണ്ടി പറ്റാത്തത്. ഇനി കല്യാണം തന്നെ, ഒരു കല്യാണം എന്നല്ല ഇപ്പോൾ ഉള്ളത്, പല കല്യാണങ്ങളാണ് ഉള്ളത്. പണ്ടൊക്കെ 2 ദിവസം, ഒരു ശനിയും ഞായറും ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് കയ്യിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് സന്തോഷിക്കാനുള്ള വകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെൺകുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് ഒപ്പനയും കാര്യങ്ങളൊക്കെ കളിക്കുന്നതൊക്കെ കാണാം. അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. അത് ലളിതമായിട്ട് തന്നെയാണ് ആ ഒരു ചടങ്ങൊക്കെ നടത്തുന്നത്. ഇന്ന് അതല്ല വരുന്നത്. ഇന്ന് കംപ്ലീറ്റ് എല്ലാവരും ഒരുമിച്ച് പോകുന്ന തരത്തിൽ ഇരുന്നിട്ട് ഭയങ്കര ഡാൻസും പാട്ടും കോപ്രായങ്ങളും ഒക്കെ തന്നെയാണ്. അതൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെയാണ് ഈ ഉസ്താദുമാർ, ഇതുപോലുള്ള ഉസ്താദുമാർ രംഗത്ത് വന്നിട്ട് തന്നെ പറയുന്നത്. അന്തസ്സുള്ള ഉസ്താദുമാർ തന്നെ പറയാം. പലതരത്തിൽ ഉസ്താദുമാരുണ്ട്, ഇല്ലാന്ന് പറയില്ല. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഉസ്താദുമാർ അടക്കം പെണ്ണുങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെയുള്ള ഉസ്താദുമാരും ഉണ്ട്. ഇതുപോലെ ഇപ്പോ തന്റെ കൺമുന്നിൽ നടക്കുന്ന അനാചാരം കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റാതെ ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു കൊള്ളട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് വന്ന് പറഞ്ഞ ഈ ഒരു ഉസ്താദിന് തന്നെ കൊടുക്കണം ഇന്നത്തെ കുതിരപ്പവൻ. സത്യം, ഇതുപോലുള്ള ഉസ്താദന്മാർ രംഗത്തുണ്ടെങ്കിലേ നമ്മുടെ മഹല്ല് കേന്ദ്രീകരിച്ചിട്ടായിക്കഴിഞ്ഞാലും പല പരിഷ്കാരങ്ങളും കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. പരിഷ്കാരം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ഉള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള അനാചാരമല്ല. ആദ്യമേ എങ്ങനെയാണോ നമ്മുടെ ദീനിൽ പറഞ്ഞിട്ടുള്ള അതുപോലുള്ള കല്യാണങ്ങൾ തോന്നിവാസം ചെയ്യരുത്. ആർഭാടം ആയിക്കോട്ടെ, ഓവർ ആവരുത്. ലളിതമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെതായ രീതിക്ക് തന്നെ കൊണ്ടുപോകണം. ഇന്നത്തെ ഒരു കല്യാണത്തിന് പണ്ടത്തെ ചെലവൊന്നല്ല. ഇന്ന് ആണിനാലും പെണ്ണാലും കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെലവ് ഭയങ്കര. അതിന്റെ ഒന്നാമത്തെ കാരണം ഈ ദുരാചാരം തന്നെയാണ്. 2 ദിവസം വെക്കേണ്ട കല്യാണം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒതുക്കാന്ന് വിചാരിക്കേണ്ട കല്യാണം അത് നാണക്കേടായി മാറിയിട്ടാണുള്ളത്. ഇന്ന് മഞ്ഞ കല്യാണം വേണം, ചുവപ്പ് കല്യാണം വേണം, കറുപ്പ് കല്യാണം വേണം, വെള്ള കല്യാണം വേണം, ഒരുപാട് കല്യാണങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പണമൊന്നും പോരാ. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ജീവിതം നല്ലതായിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നീട് ഉണ്ടാകുന്നത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും. നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ കല്യാണത്തിന്റെ അല്ലെങ്കിൽ നിക്കാഹിന്റെ ആ ഒരു ടൈമിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ. നമ്മൾ ദീനിൽ തന്നെ പറയുന്നുണ്ട്, ഇണയായും തുണയായും കിട്ടുന്ന ഭാര്യ ആദ്യമായിട്ട് കാണുമ്പോൾ ചൊല്ലേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവണം. അങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. സാലിഹായ സന്താനങ്ങൾ നമുക്ക് ഉണ്ടാവണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നീട് വരുന്നത് വിവാഹമോചനത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒത്തുപോകാൻ കഴിയാത്തൊരവസ്ഥ. നമുക്കൊരു ലൈഫിൽ ഇഷ്ടപ്പെടാത്ത പോലെ, നമ്മുടെ ലൈഫ് നമുക്കൊരു ഇഷ്ടപ്പെടാത്തൊരവസ്ഥ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു മാർഗത്തിലേക്ക് നമ്മൾ പോകണോ? നമ്മളെ നയിക്കണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും അറിയാം, പക്ഷെ പറയാൻ വേണ്ടി പലരും മടിച്ചു നിൽക്കുന്നതാ. പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇടങ്ങേറായി പോകും, അല്ലെങ്കിൽ തന്റെ മഹലിൽ നമ്മൾ പുറത്തായി പോകും. അങ്ങനത്തെ മഹലിൽ നിന്നൊന്നും ഒരിക്കലും പുറത്താവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങള് മഹലിൽ തന്നെ ഇല്ലാതാക്കിയിട്ടുള്ളതാണ്. പക്ഷെ മഹലിലുള്ള ആൾക്കാർ ഇല്ലാതാക്കിയ കാര്യം തന്നെ മറച്ചു വെച്ചുകൊണ്ട് പിന്നെയും പിന്നെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എതിർക്കാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് തന്നെ പറയണം ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളത്. ഇനി പാവപ്പെട്ടവനായാലും പണക്കാരനായി കഴിഞ്ഞാലും ഇസ്ലാം മത വിശ്വാസിയാണ്, ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിയമം ഒന്ന് തന്നെയാണ്. ആ രീതിക്ക് തന്നെയാണ് ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് തന്നെ എന്ത് കാര്യമാണുള്ളത്? പണം ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? ചിന്തിച്ചു നോക്കുക. ഇനിയുള്ള തലമുറക്കെങ്കിലും നമ്മളൊരു വാഗ്ദാനമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളത്.